എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന എല്ലാവരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈക്ക് ആവശ്യപ്പെടുന്നത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നൽകിയിരുന്ന ഭക്ഷ്യ സബ്സിഡിയിൽ ഏകദേശം 1.5 ലക്ഷം കോടിയോളം വെട്ടിക്കുറക്കാൻ കേന്ദ്രം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനായി ഇപ്പോൾ സൗജന്യ നിരക്കിൽ റേഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ 10 കോടി പേരെ ഒഴിവാക്കാനാണ് നീതി ആയോഗിൻ്റെ നിർദ്ദേശം. ഗ്രാമങ്ങളിൽ 60%-നും നഗരങ്ങളിൽ 40%-നും മാത്രമായി റേഷൻ ചുരുക്കണമെന്ന് വകുപ്പുകൾക്ക് അയച്ച മാർഗരേഖയിൽ നീതി ആയോഗ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടെ ജനസംഖ്യയുടെ പകുതി റേഷൻ സംവിധാനത്തിന് പുറത്താകുന്നതായിരിക്കും. നിലവിൽ ഗ്രാമത്തിൽ 75%-നും നഗരത്തിൽ 50%-നുമാണ് സബ്സിഡി നിരക്കിൽ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ജനസംഖ്യയിൽ 67% പേർക്കാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു റേഷൻ ആനുകൂല്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതായത് 81.35 കോടിയോളം പേർക്ക് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഇന്ത്യയിൽ. എന്നാൽ ഈ ഒരു നീതി ആയോഗ് നിർദ്ദേശം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയാൽ റേഷൻ ഗുണഭോക്താക്കൾ ജനസംഖ്യയുടെ 50%-ഓളം മാത്രമാകും. അതായത് ഇന്ത്യയിൽ 50%-ഓളം മാത്രം റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റും. ബാക്കിയുള്ള 50%-ഓളം പേർ പട്ടിണി കിടക്കേണ്ടതായിട്ട് വരും. ഇതിലൂടെ കേന്ദ്രത്തിന് സബ്സിഡി ചെലവിൽ ലാഭം വരുന്നത് 47,229 കോടി രൂപയാണ്. നിലവിലെ പട്ടികയിൽ തന്നെ അർഹരായ കോടിക്കണക്കിന് ആളുകൾ റേഷൻ ആനുകൂല്യങ്ങൾ കിട്ടാതെ പുറത്താണ്. ഇത് മാനിക്കാതെയാണ് 10 കോടി പേരെ കൂടി പുറത്താക്കുന്നത്. ലോക പട്ടിണി സൂചികയിലെ 107 രാജ്യങ്ങളിൽ ഇന്ത്യ 94-ാം സ്ഥാനത്ത് നാണം കെട്ട് നിൽക്കുകയാണ് കേന്ദ്രത്തിൻ്റെ ഈ ഒരു കഴുത്തറപ്പൻ പരിഷ്കാര നിർദ്ദേശം. സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യം ലഭിക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി 2ാം UPA സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ അപകടം ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടിയതുമാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ നീതി ആയോഗിൻ്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ 10 കോടി ആളുകളെ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിൽ നിന്നതിൽ പുറത്താക്കുകയാണെങ്കിൽ അത് വല്ലാത്ത തോതിൽ തന്നെയാണ് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ ബാധിക്കുക. നിലവിൽ നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പോൾ ആവശ്യ സാധനങ്ങളുടെ വിലയൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്രോളിൻ്റെ വില ഇങ്ങനെ നിലവിൽ ദിവസം തോറും വർദ്ധിക്കുകയാണ്. അതിനനുസരിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും. മാത്രമല്ല, ഗ്യാസിൻ്റെ വില ഇപ്പോൾ എത്രയോ പ്രാവശ്യം വർദ്ധിച്ചു. ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് താങ്ങാൻ ആവുന്നതിനും അപ്പുറമാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു നീതി ആയോഗിൻ്റെ നിർദ്ദേശം കൂടി നടപ്പിലാക്കിയാൽ അത് വല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുക. എന്തായാലും നീതി ആയോഗിൻ്റെ തീരുമാനം കേന്ദ്രം നല്ല രീതിയിൽ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ആ നിർദ്ദേശം നടപ്പിലാക്കാതിരിക്കുന്നതാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യമെന്ന് പറയുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.